നമ്മൾ പോകുന്ന സ്ഥലം. അതിൻ്റെ ഒരു തല ഇവിടെ ഉണ്ട്. സീരിയസ്ലി ഉണ്ട് മുത്തേ, നോക്കിക്കോ നീ. ഇപ്പൊ വരും. നമ്മളീ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഓ ഈ പോന്നത് മനസ്സിലായി. അയ്യോ എന്റെ തല കാണിക്കാൻ പറ്റിയില്ല, അതിന് മുമ്പേ വളച്ചു കൊടുത്ത്. യെസ്, തല കിട്ടിയിരിക്കുന്നു ഗൈസ്, തല കിട്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് ബയോഡോം. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞാൻ എൻ്റെ മോൺട്രിയൽ പോയതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഒരു ദിവസത്തിൽ തന്നെ ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇത്തിരി ലോങ് ആണ്. ഓരോ സ്ഥലവും നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത് വരാനേ പറ്റത്തുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് അതെല്ലാം നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് ഭയങ്കര വല്ലാത്തൊരു വിഷമം പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് ഞാൻ പാർട്ട് 3 ആയിട്ട് വീണ്ടും ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇത് ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബയോഡോം. ഇതൊരു മ്യൂസിയം പോലാണ്, പക്ഷേ നോർമൽ മ്യൂസിയം അല്ല. നിങ്ങളത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കീർത്തി മോഹൻ. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന സ്ഥലമാണ് പോളാർ റീജിയൻസ്. അന്റാർട്ടിക്ക പോവാ? ഓ മൈ ഗോഡ്. ലാബ്രഡോർ കോസ്റ്റ്. പോളാർ റീജിയൻസ് എന്ന് പറയുമ്പോൾ അത് വെറും അവിടുത്തെ മൃഗങ്ങളെ മാത്രമല്ല, അവർ ആ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. മുകളിലോട്ടൊന്ന് കൈ വെച്ച് നോക്കിയ ചാടി ഐസ. അതെ, നീ കാനഡയിൽ തന്നെ അല്ലേ ജീവിക്കുന്നത്? ഞാൻ കാനഡയിലാണോ എന്ന് നേരെ നോക്കി. ചെറുത് ഓ വെള്ളത്തിൽ ചാടി നീന്തി പോന്ന്. വെള്ളത്തിൽ ചാടും, തടന്നു നോക്കണേ. പല ടൈപ്പ് പെൻഗിൻ. ആ തലയിൽ ഇതുള്ളതല്ലേ, അതാണ് നോർത്തേൺ റോക്ക് ഹോപ്പർ പെൻഗിൻ. ഇവിടെ എന്തോ ഒരു സംഭവമുള്ള, കണ്ണിൻ്റെ മുകളിൽ എന്തോ സംഭവമുള്ളത് ജെൻറ്റു പെൻഗിൻ. പിന്നെ മാക്രോണി പെൻഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകിൽ നിന്ന്. ഈ പെൻഗിൻ ഇപ്പം മറിഞ്ഞു വീഴുമെന്നാണ് തോന്നുന്നത്. Hey, Han. ഇഷ്ടം പോലുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കും. അതപ്പോഴേ പോയില്ലേ. വെയിറ്റ്. ചെല്ല്, കുഴപ്പമില്ല, ചെല്ല്. കോഴിയല്ല. നമുക്ക് പോവാം. കീർത്തി ഇത് എക്സ്പ്ലെയിൻ ചെയ്തോ? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോ? എന്താ നിങ്ങൾ പോകുന്ന സ്ഥലമാണ് മേപ്പിൾ ഫോറസ്റ്റ്. ലൊറൻഷ്യൽ മേപ്പിൾ ഫോറസ്റ്റ്. ലൊറൻഷ്യൽ മേപ്പിൾ ഫോറസ്റ്റ്. നമ്മൾ എവിടേക്കുന്നത്? ഇവിടാണോ? ഇതാണ് കാണാൻ പോകുന്നത്. ഓക്കെ. എന്ത് ഇത്?
നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മേപ്പിൾ ഫോറസ്റ്റ്. ഇത് ഏതാണ്ട് നമ്മൾ ഇവിടുത്തെ നോർമൽ എങ്ങനെയാണോ ഒരു ഫോറസ്റ്റ് ഒക്കെ ഇരിക്കുന്നത് അതേപോലെയാണ്. ഇവിടെ വിൻ്ററായ ആ രീതിയിൽ ഒരു മഞ്ഞൊക്കെ വീണ രീതിയിലായിരിക്കും. സമ്മർ ആണെങ്കിൽ ആ രീതിയിലും ഫോളിൻ്റെ സമയത്താണ് ഈ ഇലകളെല്ലാം പൊഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഈ മരത്തിലെല്ലാം ഇലകൾ പൊഴിഞ്ഞിരിക്കുന്നത്. അല്ല ഇവിടെ ഇതാവുന്ന സമയത്ത് ഫോൾ ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫോൾ ഇതിൽ വീഴുന്നുണ്ട്. എന്തൊരു മാന്റെ കൊമ്പോ ഓ ഇങ്ങടോ ചേച്ചി കണ്ട് പേടിച്ചു പോയോ? പേടിക്കണ്ട, കരടി ഒന്നും ചെയ്യൂല. തല ഇങ്ങോട്ടാക്കി. ഈ ഏതാണ്ടൊക്കെ ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാ തലവൊക്കെങ്കിലും നോക്കി ഏതോനാളാവെന്നുള്ള രീതിയിലെ. ചാടിത്തുള്ളി പോന്ന് നോക്കിയേ. ഇതെന്തോടി ഇത്? എന്തൊക്കെയുള്ളത് പറയൂ കുട്ടി. നമ്മൾ അടുത്ത പോകുന്നത് ഗൾഫ് ഓഫ് സെന്റ് ലോറൻസ്. കടലിൻ്റെ അടിയിൽ മൃഗങ്ങളെ കാണാൻ പോകും. അതിന്റെ അടിയിലൊക്കെ ഉണ്ട്. ഇത്രയും നല്ല വ്യൂ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് എന്തിനാണ് നമ്മൾ എത്ര മന്ദബുദ്ധികളല്ലേ. അറ്റ്ലാന്റിക് സ്റ്റർജൻ, ഇതിനകത്തു നിന്നാണ് നമ്മൾ കഴിക്കുന്ന ക്യാവിയർ എന്ന് പറയുന്ന സാധനം എടുക്കുന്നത്. ഇത് ഒരു ടൈപ്പ് സ്റ്റർജനാണ്, പക്ഷേ എന്താ പറയുക, ഇതിനെ കൊന്നിട്ട് ഇതിൻ്റെ അകത്തു നിന്നാണ് മുട്ട പോലത്തെ സ്റ്റർജൻ വയറ് കയറി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്ലൈറ്റിൽ കിട്ടും, എല്ലാം മേടിക്കാനും കിട്ടും, കുടിഞ്ഞ റേറ്റാണ്. ഇത് കണ്ണർ എന്ന് പറയുന്ന ഒരു ഫിഷ്, അറ്റ്ലാന്റിക് വൂൾ ഫിഷ്, മുഖം ചപ്പിയ മൂന്ത. ഇത് നമ്മൾ സ്പോട്ടഡ് വൂൾ ഫിഷ്, നമ്മൾ പ്രേതം എന്നുള്ള രീതിയിൽ കാണത്തില്ല. അമേരിക്കൻ ലോബ്സ്റ്റർ, സീ റാബൻ, ലം ഫിഷ് ആൻഡ് സ്ട്രെപ്ഡ് ബാസ്. ഓക്കെ, അതിനെല്ലാം നോക്കിയിട്ട് വരട്ടെ. ഇതിനെല്ലാം കാണിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കടലിൻ്റെ അടിയിൽ എങ്ങനെയാണോ കാണുന്ന ആ രീതിയിലാണ് ഞങ്ങൾക്ക് കാഴ്ച കിട്ടുന്നത്. പക്ഷേ ഫോണിൽ എനിക്ക് അത്രയും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ക്ലാരിറ്റി കൊണ്ടാണോ എന്തോ, അതോ ഞങ്ങൾ തന്നെ കണ്ണ് ആ ഗ്ലാസ്സിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് ആ രീതിയിൽ നമുക്കറിയാൻ പറ്റുന്നത്. ഫോട്ടോ അത് എടുക്കുന്നുണ്ട്. വിവനെ പിടിച്ചോ പിടിച്ചോ. ഇതിനകത്തുള്ളത് ഡെയ്സി ബ്രിട്ടിൽ സ്റ്റാർ, പിന്നെ വേവ്ഡ് എന്തോ കക്ക പോലത്തെ ഒരു സംഭവം, പിന്നെ ഇതായി സ്കാർലറ്റ് സ്പോലസ്. സ്റ്റാർ ഫിഷ് ജീവനുള്ള. So what's downstairs? Just this fish. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. കാര്യം എനിക്ക് ഒരു കാട്, മഴ, ഈ ഒരു രീതിയിലുള്ള ഒരു ഇമേജ് ഭയങ്കര ഇഷ്ടമാണ്. നിനക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ച് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അതാണ് ഞാൻ വേറൊരു ഫോണിലാണ് എടുത്തത്. അതിന് അത്രയും ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് നോക്ക്, മൂട്ടി പോരുത് പറഞ്ഞു. അത് go ahead.
ഈ കാക്കാച്ചി മോറയുടെ അവിടെ പോകുന്നു. ആരെ കിടന്ന് വിളിക്കുന്നത്? 200 രൂപ ചോദിക്കണം പറയാൻ ആളില്ലെന്ന് വിചാരിച്ച. അമ്പടാ അത് നോക്ക്, ഇത് നോക്ക് നീ. നീ വേണേ വേഗം വന്നിരിക്കും. അവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയും കാര്യം, അവർക്ക് അവിടെയുള്ള മൃഗങ്ങൾക്ക് കാടും അല്ലാതുള്ളതിൻ്റെയും വ്യത്യാസം അറിയാതിരിക്കാനാണോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷേ ആ മഴയും ആ ഒരു ഫീലൊക്കെ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു. ആ മഴ പെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം ഡയറക്ഷനേ മാറിപ്പോയി. അതെല്ലാം ഒറ്റ ഡയറക്ഷനിലേക്ക് എല്ലാവരും ഒരേപോലെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ അവർ അല്ലാതെ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് വരാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് വെള്ളച്ചാട്ടവും അല്ലാതെ തന്നെ മഴയും എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോൺ മറ്റേതായതുകൊണ്ട്, പഴയൊരു ഫോൺ ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഈ ഒരു ദിവസത്തിൻ്റെ തന്നെ ഒരു 3 വീഡിയോ തന്നെ ഇട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.